CPIM പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി മരണാനന്തര മൊബൈൽ ഫ്രീസർ സൗകര്യം ആവശ്യമായി വരുന്നവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതിനു വേണ്ട സംവിധാനത്തിന്റെ ഭാഗമായി മൊബൈൽ ഫ്രീസർ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. പട്ടിക്കാട് പ്രവർത്തിക്കുന്ന ന്യൂ കീർത്തി ഡ്രൈവിംഗ് സ്കൂളാണ് അതിനുവേണ്ട മൊബൈൽ ഫ്രീസറും അനുബന്ധ സാധനങ്ങളും നൽകിയിരിക്കുന്നത്. CPIM പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ന്യൂ കീർത്തി ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരിൽ നിന്നും മൊബൈൽ ഫ്രീസർ ഏറ്റുവാങ്ങി. ലോക്കൽ സെക്രട്ടറി മനു പുതിയ മഠം സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം മാത്യു നൈനാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, ഏരിയ കമ്മിറ്റി അംഗം PS വിനയൻ, പീച്ചി ലോക്കൽ സെക്രട്ടറി VC സുജിത്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അതിന് പുറമെ അവരുടെ ജീവനക്കാർ ഉൾപ്പെടെ സന്തോഷകാരെ കാണലുണ്ട്. അമലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. മേഖലയിലേക്കാണ് കടന്നിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഈ പഞ്ചായത്തിൻ്റെ വലിപ്പം ഏതാണ്ട് കൊടുങ്ങല്ലൂർ താലൂക്കിൻ്റെ വലിപ്പമുള്ള ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് 19 ബ്രാഞ്ചുകൾ ഉൾക്കൊള്ളുന്ന ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒളകര ഒരു ലോക്കൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിന് വലിപ്പം നമുക്ക് മനസ്സിലാവും. നാട്ടിലില്ല പഠനത്തിനൊക്കെ പോകുമ്പോൾ 2 ദിവസവും 1 ദിവസവും 3 ദിവസവും ഒക്കെ ലോക്കൽ കമ്മിറ്റി മൊബൈൽ ഫ്രീസർ മോർച്ചറി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വിപുലമായൊരു കാര്യം നമുക്ക് സംഭാവന ചെയ്ത പ്രസ്തുത സ്കൂളിൻ്റെ ഉടമ ശ്രീ ഹരീഷിന് പ്രത്യേകമായ നന്ദി. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് വളരെയേറെ അഭിനന്ദനീയമാണ്. അത് ഈ നാടിന് ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും ശരിയായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ആ സംഭാവന നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സാധാരണ ഉണ്ടാകുമ്പോൾ മക്കൾ പുറത്തൊക്കെയുള്ള ഇടങ്ങളിൽ മൃതദേഹം സൂക്ഷിച്ചു വെക്കാനും ഫ്രീസർ അനിവാര്യമാണ്. അപ്പോൾ ചോദിക്കുന്ന കാശ് പലപ്പോഴും കൊടുക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത് ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം എടുത്തുകൊണ്ട് ഇത് നൽകുന്നു എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. മരണം എന്നുള്ളത് ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, അനിവാര്യമാണെങ്കിലും മരണവുമാണ്. അപ്പോൾ മരണം സംഭവിച്ചാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഇടപെടൽ അനിവാര്യവും അത്യന്താപേക്ഷിതവുമാണ്. അപ്പോൾ സാധാരണ വീടുകളിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കാര്യം കൂടെയാണ് ഈ മൊബൈൽ ഫ്രീസർ. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടി എക്കാലവും ഉപയോഗപ്പെടുത്താൻ കഴിയുമാറാകട്ടെ. അഭയ കേന്ദ്രവുമാണ് സേവനങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി ആലോചിച്ചിട്ടുള്ള കാര്യം ഈ സെപ്റ്റംബർ മാസം കേരളത്തിലെ എല്ലാ ലോക്കൽ ഓഫീസുകളിലും ഇപ്പം ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. എല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇത് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ മാനുവലായിരുന്നു എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മളത് ചെയ്ത് കൊടുത്താൽ കമ്പ്യൂട്ടറിൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വളരെ സൗകര്യപ്രദമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും ആളുകൾക്കത് വേണ്ടത്ര പഠിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിൽ ഒരു കമ്പ്യൂട്ടർ സജ്ജീകരിച്ച് അത് ഇവിടെ വരുന്ന ആളുകൾക്ക് അപേക്ഷ തയ്യാറാക്കി നൽകുന്നതിനും അവർ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊടുക്കുന്നതിനുള്ള ഒരു സഹായ കേന്ദ്രമായി എല്ലാ LC ഓഫീസുകളും മാറണം. അത് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. വളരെ സാധാരണ വീടുകളിൽ ഇത്തരം സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒത്തുശേരി ഏറ്റവും
ഏറ്റുവാങ്ങിയതായി സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയോര ഹൈവേയുടെ പ്രധാനപ്പെട്ട റോഡാണ്.